ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി സാന്നിധ്യത്തിൽ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. അദ്ദേഹം ഇവിടെ ഇല്ല. സർ, അങ്ങ് ഇന്നലെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യത്തിൽ സംവാദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങിവിടെ ഈ സഭയിൽ പറയുകയുണ്ടായി. ഒപ്പം ആ സംവാദം സാധ്യമാവുന്ന തരത്തിൽ പരസ്പരം വഴങ്ങുന്നതും ആരോഗ്യകരമായിരിക്കും എന്ന വളരെ ശരിയായ നിരീക്ഷണം അങ്ങ് നടത്തി. സർ, ഈ സഭയിൽ പലപ്പോഴും കാണുന്നത് എന്താണ്? പ്രതിപക്ഷ നേതാവ് സാധാരണഗതിയിൽ ആർക്കും വഴങ്ങാറില്ല. അത്തരമൊരു സന്ദർഭം വരികയും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വിമർശനം വന്നോട്ടെ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല, വസ്തുതാവിരുദ്ധമായിട്ടുള്ള അപ്പോൾ ഇടപെട്ട് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴാണ് മന്ത്രിമാർ എഴുന്നേൽക്കാറുള്ളത്. അത്തരം ഘട്ടങ്ങളിലൊന്നും പ്രതിപക്ഷ നേതാവ് വഴങ്ങില്ല എന്ന് മാത്രമല്ല, ഒരുതരം സമ്മർദ്ദം തന്ത്രം സഭയിൽ പ്രയോഗിക്കും. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഇടപെടാൻ പാടില്ല എന്ന മട്ടിൽ ആ സമ്മർദ്ദ തന്ത്രം പലപ്പോഴും ചെയറിന് നേരെയും പ്രയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് അങ്ങേയറ്റത്തെ ആദരവാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ആ ആദരവ് നിഷേധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ദുരുപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം പലപ്പോഴും പെരുമാറുന്നു എന്നത് ഖേദത്തോടു കൂടി പറയേണ്ടി വരികയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒട്ടും അനാദരവുണ്ടായത് കൊണ്ടോ എന്തെങ്കിലും പ്രയാസമുള്ളത് കൊണ്ടോ അല്ല. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ഞങ്ങളെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് ഞാൻ ചുരുക്കുന്നു. ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയെക്കുറിച്ച് ആരാണ് പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തത്? ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് നിരന്തരമായിട്ട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ആരാണ് സർ? ആരാണ് സർ? സർ, അപ്പൊ അങ്ങ് ഇന്നലെ പറഞ്ഞത് ആണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ജനാധിപത്യപരവും ആരോഗ്യകരവുമായിട്ടുള്ള ഒരു സംവാദത്തിന്റെ അന്തരീക്ഷം സഭയിൽ ഉണ്ടാക്കാൻ ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പരിഹാസം, പുച്ഛം, ധാർഷ്ട്യം ഇതൊക്കെ അദ്ദേഹവും ഒന്ന് സ്വയം വിലയിരുത്തുന്നതും തിരുത്തുന്നതും നല്ലതാണ്. തിരുത്തുന്നത് എല്ലാവർക്കും ഗുണമാണല്ലോ സർ. അദ്ദേഹവും അത് തയ്യാറാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഇരിക്കെ പറയണമെന്നാണ് ആഗ്രഹിച്ചത്. സർ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആ അഭിപ്രായ പ്രകടനം നടത്തേണ്ടി വന്നതിൽ ഖേദമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത്. അദ്ദേഹം കൂടി ഇരിക്കെ പറയണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അത് അദ്ദേഹത്തെ ചെറുതാക്കാനോ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനോ ഒന്നും വേണ്ടിയല്ല. ഇന്നലെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ പരസ്പരം വഴങ്ങുകയും സംവാദത്തിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അക്കാര്യത്തിൽ പലപ്പോഴും പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തെ ഞാൻ ഇവിടെ വിമർശിക്കുകയാണ് ചെയ്തത്. മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അങ്ങേക്കാണല്ലോ ഏറ്റവും നന്നായിട്ട് അറിയുക. ഈ പ്രതിപക്ഷം അല്ലേ സഭയിൽ ഇല്ലാതിരുന്നുള്ളൂ, പക്ഷെ അങ്ങ് സഭയിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ വേറെ ഒന്നും അങ്ങ് ആശങ്കപ്പെടുന്നത് പോലെ ഒന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്യണ്ട. അപ്പോൾ ഒരു തരത്തിലും മോശമായിട്ടുള്ള ഒരു വാക്കും ഞാൻ അദ്ദേഹത്തെക്കുറിച്ചെന്നല്ല, ഒരാളെക്കുറിച്ച് ഞാൻ പറയാറില്ല. അനുചിതമായ എന്തെങ്കിലും പ്രയോഗം, മോശമെന്നല്ല, ഉചിതമല്ലാത്ത പ്രയോഗം ഉണ്ടായാൽ അതപ്പം തന്നെ തിരുത്തുകയും ചെയ്യാറുണ്ട്. തിരുത്തുന്നതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് പലപ്പോഴും സ്വീകരിക്കുന്ന സമീപനം ഈ പറഞ്ഞതുപോലെ വളരെ ആരോഗ്യകരമായൊരു സംവാദത്തിന് ചേരുന്നതാണോ എന്നൊരു വിമർശനം ഞങ്ങൾ ഉന്നയിച്ചു. അങ്ങക്കത് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിരാകരിക്കുന്നുവെങ്കിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും പറയാനില്ല. ഞങ്ങളുടെ വിമർശനം മുന്നോട്ട് വെച്ചു എന്നതേ ഉള്ളൂ. അങ്ങക്കത് പരിഗണിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഡിബേറ്റിലേക്ക് പോകണ്ട. ഏതായാലും ചെറുറ്റ കാര്യം പറയാം. മോശമായ വാക്കുകളാണ് ധിക്കാരം, ദാസ്യം, പരിഹസിക്കല്, അപഹസിക്കല് തുടങ്ങിയ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറയാറില്ല സാർ, നേരത്തെ ഇങ്ങനെ അദ്ദേഹം പറയാറില്ല. ഞങ്ങൾ എക്സൈസ് വകുപ്പിനെതിരായുള്ള അഴിമതി ആരോപണം കൊണ്ടുവന്നതിന് ശേഷമാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്ത് ഇത് പറയുന്നത്. അദ്ദേഹം ചിലപ്പോൾ സഭയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാനിവിടെ പറഞ്ഞത്. അദ്ദേഹം ആരോപിച്ചു, പാർലമെന്ററി മിനിസ്റ്റർ പറയുന്നുണ്ട്, അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവരും പരിശോധിക്കുകയും ചെയ്യണമെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് ബാധകമാണ്.
ഏതായാലും ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ബാക്കി അദ്ദേഹം പറഞ്ഞ വ്യക്തിപരമായ കാര്യത്തിനൊന്നും ഞാൻ പറയുന്നില്ല. ഈ സഭയിൽ പറഞ്ഞ കാര്യമാണ്. നേരത്തെ മറുപടി പറഞ്ഞതാണല്ലോ, പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ആ പ്രകോപനത്തിലൊന്നും ഞാൻ പോയിട്ട് തലയിടാൻ